ഹലോ, ഇന്നത്തെ ഇടയിൽ ഒരു ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാൽ അതിനായിട്ട് ആദ്യം തന്നെ 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലോട്ട് ഇടുക. എന്നിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എത്രത്തോളമാണ് ഉപ്പ് വേണ്ടത് അത്രത്തോളം ചേർക്കുക. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു കിഴങ്ങ് വേകാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിനി അടുപ്പത്ത് വെക്കാം. ഒരു 2 വിസിലൊക്കെ ആകുമ്പോൾ നമുക്ക് തീ കെടുത്തി ആവി പോയിട്ട് കുക്കർ തുറക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു സവോള അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുരുമുളകും പെരുംജീരകവും കൂടെ പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കണം. അത് ഈ വീഡിയോൻ്റെ അകത്തില്ല, അത് എടുക്കാൻ ഞാൻ മറന്നുപോയി, സോറി. സവോള നിങ്ങൾ കിഴങ്ങ് എത്രത്തോളമാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് എടുക്കാൻ. ഞങ്ങളിപ്പോൾ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു മീഡിയം സൈസ് സവോള എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ കാണിക്കുന്ന സവോളയും മല്ലിയിലയൊക്കെ ചിക്കൻ കറിക്ക് വേണ്ടി ചെയ്ത് വെച്ചതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിഴങ്ങ് ഒരു പാത്രത്തിലോട്ട് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് ഗോതമ്പ് പൊടി, പിന്നെ സവോള, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും പെരുംജീരകം പേസ്റ്റ് രൂപത്തിലാക്കിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നത്. ഇനി ഇത് നല്ലോണം മിക്സ് ആക്കുക കൈകൊണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാൻ. ഞങ്ങളിപ്പോൾ ഒരു ഉന്നക്കായ ആ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഡീപ്പ് ഓയിലിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തീ എപ്പോഴും സ്ലോയിൽ വേണം വെക്കാനായിട്ട്. ഒരുപാട് നമ്മൾ കൂട്ടി വെച്ചാൽ പിന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേ ഞങ്ങളെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. എന്നിട്ട് ഞങ്ങളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക്. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.